അണ്ണാ, പക്ഷെ ഈ വഴി എന്തോ ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. അമാവാസി ദിവസം അന്ന് അർദ്ധരാത്രി ആ കാടിനുള്ളിലൂടെ വരാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് നേരത്തെ അറിയുമായിരുന്നില്ല. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തേണ്ട ആ ഒരു ധൃതിയിലായിരുന്നു അവർ അന്ന് ആ കാട്ടുപാത വഴി വന്നിരുന്നത്. എന്നാൽ അമാവാസിയിൽ അർദ്ധരാത്രിയിൽ കാടിനുള്ളിൽ പ്രത്യേകം നടക്കുന്ന ചില മാന്ത്രികരുടെ പൂജയുണ്ടെന്ന് അവർക്ക് നേരത്തെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി ആ കാടിനുള്ളിലൂടെ വരുന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭവം വിചിത്രവും ഭയാനകവുമായിരുന്നു. തിടുക്കത്തിൽ നാട്ടിലേക്കെത്താൻ കാടുവഴി തിരഞ്ഞെടുത്ത ഒരു ലോറി ഡ്രൈവറുടെയും അതിൻ്റെ ക്ലീനറുടെയും കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ കഥ നടക്കുന്നത് ഏകദേശം 1993 കാലഘട്ടത്തിലാണ്. ഇത് എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ കഥയുമാണ്. അദ്ദേഹം ലോറിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും ഉണ്ടായൊരു പ്രേതാനുഭവമാണ് അദ്ദേഹം എന്നോട് വിശദീകരിച്ച് പറഞ്ഞത്. ഈ കഥ കേട്ടതിന് ശേഷം ഞാൻ 1-2 തവണ ചിന്തിച്ചു. കാരണം ഇങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിൽ നടന്നിരിക്കുമോ? എന്നാൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര ഭയാനകമായിരിക്കാം അന്ന് അവർ അനുഭവിച്ചത് എന്നായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ ചിന്ത ഉണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കഥ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്കും ഉറപ്പായിട്ടും ഭയം തോന്നും. കാരണം അത്തരത്തിലുള്ള ഒരു കഥയാണിത്. 1993 മെയ് മാസത്തിലെ ഒരു രാത്രി ലോറി ഡ്രൈവറായിരുന്ന സൂര്യനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്ലീനറായിരുന്ന രമേശിനും ഉണ്ടായ ഒരു അനുഭവമാണ്. അവർക്ക് അന്ന് ലോറി ഹബിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ മുതലാളി അവരോടൊരു കാര്യം പറഞ്ഞത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ബെല്ലാരിയിലേക്ക് ഒരു ലോഡ് കൊണ്ടുപോകണം. അത് കോഴിത്തീറ്റയായിരുന്നു. ഈ കോഴിത്തീറ്റ ബെല്ലാരിയിൽ എത്തിച്ചതിന് ശേഷം നിങ്ങൾ ബെല്ലാരിയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന വറ്റൽമുളക് ലോഡ് എടുത്തിട്ട് വേണം നിങ്ങൾ നാട്ടിലേക്ക് വരാൻ എന്ന് സൂര്യനോടും രമേശിനോടും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ സന്തോഷത്തോടെ തയ്യാറായി. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല പേയ്മെൻറ്റും അതുപോലെ നല്ല കമ്മീഷനും ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സന്തോഷത്തോടു കൂടെയായിരുന്നു അത് ഏറ്റെടുത്തിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയെ രാത്രി ആയതുകൊണ്ട് അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബെല്ലാരിയിലേക്ക് പോയിരുന്നത് റോഡ് മാർഗം തന്നെയായിരുന്നു. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരന്ന് വളരെ എളുപ്പത്തിൽ ബെല്ലാരിയിലേക്ക് എത്തി. ബെല്ലാരിയിൽ എത്തിയ സമയത്ത് കോഴിത്തീറ്റയുടെ ലോഡ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 4-5 മണിക്കൂറെങ്കിലും എടുക്കുമായിരുന്നു. അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റിംഗ് റൂമിലേക്ക് അവർ രണ്ടുപേരും പോയി അവിടെ റെസ്റ്റ് എടുക്കാനായി. അതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തന്നെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ റൂമിലേക്ക് പുറമേ നിന്നും ഒരു പയ്യൻ വന്ന് പറഞ്ഞു, ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിരിക്കുന്നത്, വണ്ടിയിൽ വറ്റൽമുളകിന്റെ ലോഡ് കയറ്റിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് സൂര്യൻ പറഞ്ഞു, ഇന്ന് ഏകദേശം രാത്രിയായി തുടങ്ങി, ഇനി നമ്മൾ പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം ട്രാഫിക് നിറഞ്ഞ ഒരു വഴിയാണ്, എന്തായാലും ഇന്ന് പോവണോ എന്ന് രമേശിനോട് ചോദിച്ചു. ആ സമയത്ത് രമേശ് പറഞ്ഞു, എന്തായാലും ഇന്ന് നമുക്ക് മടങ്ങാം, ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ട്, 2-3 ദിവസമായി ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാം എന്ന് സൂര്യനോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ബെല്ലാരിയിൽ നിന്നും ആ ലോഡുമായി നാട്ടിലേക്ക് വരാൻ ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച സമയത്താണ് സൂര്യൻ രമേശിനോട് പറഞ്ഞത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞാലോ നാട്ടിലേക്ക് എത്തില്ല, അതുകൊണ്ട് നമുക്കിവിടെ അടുത്തുള്ള ഒരു കാട്ടുപാതയിലൂടെ നമുക്ക് പോകാം, അങ്ങനെ ആ ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നമുക്ക് നാട്ടിൽ എത്താമെന്ന് പറഞ്ഞു. ആ സമയത്ത് രമേശ് പറഞ്ഞു, എനിക്ക് വഴിയൊന്നും വലിയ നിശ്ചയമില്ല, നിങ്ങൾക്ക് വഴി അറിയാമെങ്കിൽ നമുക്ക് ആ വഴി തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ വഴിയെ തന്നെ പോവുകയായിരുന്നു.
അങ്ങനെ കുറച്ചു ദൂരം പോകുന്ന സമയത്താണ് പെട്ടെന്ന് സൂര്യൻ രമേശിനോട് പറഞ്ഞത്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. 3 ദിവസമായിട്ട് ഉറക്കമില്ലാത്തത് കൊണ്ടാവാം എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. കുറച്ച് സമയം നീ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് അല്പസമയം ഒന്ന് കിടക്കായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് രമേശ് പറഞ്ഞു, എനിക്ക് ലൈസൻസ് ഒന്നുമില്ല, എന്നാലും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ഈ കാട്ടുപാതയിൽ പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടാകില്ല, നീ മെല്ലെ മെല്ലെ ഓടിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് വണ്ടി രമേശിന് കൈമാറി. എന്നിട്ട് വണ്ടിയുടെ ലോബിയിൽ തന്നെ ഉണ്ടായിരുന്ന പുറകിലെ ഒരു മെത്തയിൽ സൂര്യൻ പോയി കിടന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ അദ്ദേഹം ഉറക്കത്തിലേക്ക് വീണു. അങ്ങനെ രമേശ് റേഡിയോയിൽ പാട്ടൊക്കെ വെച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് രമേശ് ഒരു കാഴ്ച കണ്ടത്. ഒരു വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ തലയിൽ നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റോഡരികിൽ നിൽക്കുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ കുറച്ച് ആവേശമുള്ള രമേശൻ ഇത് കണ്ട ഉടനെ തന്നെ ആദ്യം തൻ്റെ ലോറി ഡ്രൈവറായ സൂര്യനെയാണ് നോക്കിയത്. അദ്ദേഹം ഉറങ്ങുക തന്നെ അല്ലേ എന്ന ഒരു മട്ടിലായിരുന്നു അദ്ദേഹത്തിനെ നോക്കിയത്. എന്നിട്ട് വീണ്ടും ആ സ്ത്രീ രൂപത്തെ തന്നെ നോക്കി. പതുക്കെ പതുക്കെ ആ ലോറി ആ സ്ത്രീയുടെ അടുത്തേക്ക് അടുപ്പിച്ച് അവിടെ വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നിട്ട് രമേശൻ ചോദിച്ചു, നിങ്ങളുടെ റേറ്റ് എത്രയാണ്? രമേശൻ കരുതിയിരുന്നത് ഏതോ ഒരു വേശ്യാസ്ത്രീ തൻ്റെ തൊഴിലിനായി നിൽക്കുന്നതായിരുന്നു എന്നായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ആ സ്ത്രീയോട് രമേശൻ ചോദിച്ചത്, നിങ്ങളുടെ റേറ്റ് എത്രയാണ്? ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നത് തന്നാൽ മതി. എൻ്റെ വീട് ഈ കാടിനുള്ളിലാണ്, അങ്ങോട്ടേക്ക് പോയാൽ അവിടെ സമാധാനമായിട്ട് നമുക്ക് സമയം ചിലവഴിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് രമേശൻ പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ ഡ്രൈവർ ലോറിയിൽ കിടന്നുറങ്ങുന്നുണ്ട്, അദ്ദേഹം ഉണരുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ആ സ്ത്രീ കാടിനുള്ളിലേക്ക് നടന്നു. കൂടെ പോരാൻ അനുവാദം തന്ന പോലെ രമേശനോടും പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയുടെ പുറകെ രമേശൻ നടന്നുകൊണ്ടിരുന്നു. കുറേ ദൂരം നടന്നിട്ടും അവരുടെ വീടെത്തുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് രമേശൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇവിടെ അടുത്താണ് നിങ്ങളുടെ വീടെന്ന്, കുറേ ദൂരമായല്ലോ ഇപ്പോൾ നടക്കുന്നത്, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി എനിക്ക് അറിയില്ല, നിങ്ങൾ തന്നെ കൊണ്ട് വിടേണ്ടി വരും എന്ന് പറയുകയുണ്ടായിരുന്നു. എന്നാൽ രമേശന്റെ വാക്കിന് ഒരു മറുപടിയും നൽകാതെ ആ സ്ത്രീ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു കൂടെ രമേശൻ. ഒരിക്കലെങ്കിലും ലോറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അർദ്ധരാത്രിയിൽ റോഡ് സൈഡുകളിൽ തനിയെ തനിയെ ഓരോ സ്ത്രീകൾ വേശ്യാവൃത്തിക്ക് വേണ്ടി നിൽക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് രമേശൻ തെറ്റിദ്ധരിച്ചതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അല്പദൂരം കൂടെ ആ സ്ത്രീയുടെ പുറകെ ചെല്ലുന്ന സമയത്ത് രമേശൻ ആ സ്ത്രീയുടെ കാൽപാദത്തിലേക്ക് നോക്കുമ്പോഴായിരുന്നു ആ സ്ത്രീയുടെ കാലുകൾ നിലത്ത് പതിക്കുന്നുണ്ടായിരുന്നില്ല. വായുവിലൂടെ നടക്കുന്ന പോലെയായിരുന്നു അവന് തോന്നിയത്. പെട്ടെന്ന് ആ സ്ത്രീയോട് നിൽക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ആ സ്ത്രീ അവന് നേരെ മുഖം തിരിക്കുന്ന സമയത്ത് നേരത്തെ റോഡരികിൽ കണ്ട സ്ത്രീയെ ആയിരുന്നില്ല. ആ സ്ത്രീയുടെ മുഖത്തെ തൊലികളൊക്കെ ഊർന്ന് വീഴുന്നത് പോലെ ഒരു വല്ലാത്ത തരം വിചിത്രമായ രൂപം അവൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഈ ഒരു കാഴ്ച കണ്ട ഉടനെ രമേശൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന സമയത്താണ് ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരു വൃദ്ധനായ മനുഷ്യൻ അവന് നേരെ എന്തോ ഒരു ഭസ്മം എത്തിയത്. ആ ഭസ്മം വീണത് മുതൽ അവന് ബോധം പോകുന്നത് പോലെ തോന്നി. വൈകാതെ തന്നെ ബോധരഹിതനായി അവൻ അവിടെ വീഴുകയും ചെയ്തു. എന്നിട്ട് രമേശന്റെ ശരീരം അവിടെ നിന്നും ആ വൃദ്ധൻ താങ്ങി പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കാളി വിഗ്രഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അമാനുഷികമായ ആ ദുരാത്മാവ് അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്തോ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് കാടിനുള്ളിൽ നിന്നും ഒരുപാട് ദുർമന്ത്രവാദികൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത്. അന്ന് അമാവാസി ആയതുകൊണ്ട് ഈ ദുർമന്ത്രവാദികളുടെ വശീകരണ ശക്തി കൂടുതൽ മെച്ചപ്പെടുത്താനായി അവർക്ക് നരബലി നൽകണമായിരുന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തതായിരുന്നു രമേശനെ. എന്നാൽ ആ ദുരാത്മാവ് ഈ ദുർമന്ത്രവാദികളുടെ വശീകരണത്തിലായതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യവും ഈ ദുരാത്മാവ് കേൾക്കുമായിരുന്നു. ഉടനെ തന്നെ മന്ത്രവാദികളിൽ ഒരാൾ രമേശന്റെ കൈവിരലിൽ ചെറിയൊരു മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്നും ഉറ്റി വീഴുന്ന രക്തം കയ്യിലെടുത്ത് ആ കാളി വിഗ്രഹത്തിന്റെ നെറുകയിൽ ചാർത്തിയിട്ട് നരബലിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവിടെ പിന്നീട് ദുർമന്ത്രവാദത്തിനുള്ള കളമൊരുങ്ങി. അങ്ങനെ അവർ ആ ശരീരത്തിന്റെ അടുത്ത് വെച്ചിട്ട്
അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ലോറി ഒരുപാട് സമയമായി എവിടെയോ നിൽക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് സൂര്യൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നപ്പോൾ ആ ഭാഗത്ത് രമേശിനെ കണ്ടിരുന്നില്ല. ലോറി എഞ്ചിനൊക്കെ വല്ലാത്ത രീതിയിൽ തണുത്തിരുന്നു. ഈ വണ്ടി എപ്പോഴോ ഓഫായതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഉടനെ തന്നെ കയ്യിലൊരു ടോർച്ചും ആ വണ്ടിയിൽ നിന്നും ഒരു ഇരുമ്പ് തണ്ടും എടുത്ത് അവൻ ലോറിയിൽ നിന്നിറങ്ങി അവിടെ കാട്ടിലേക്ക് പോകാൻ ആരംഭിച്ചു. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് സൂര്യന് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു മണം അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത്. ഈ അഗർബത്തി എരിയുന്ന മണവും അതുപോലെ കുന്തിരിക്കം പുകയുന്ന ഒരു തരത്തിലുള്ള പ്രത്യേക മണവും കാടിനുള്ളിൽ നിന്നും വരുന്നത് പോലെ തോന്നിയത്. അങ്ങനെ ആ മണത്തെ പിന്തുടർന്നായിരുന്നു സൂര്യൻ കയ്യിൽ ടോർച്ചുമായി അങ്ങോട്ടേക്ക് പോകാൻ ആരംഭിച്ചത്. അങ്ങനെ പോകുന്ന വഴിയെ കുറേ ദൂരം നടന്നിട്ടും സൂര്യന് രമേശിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പെട്ടെന്ന് രമേശിന്റെ ഉച്ചത്തിലുള്ള നിലവിളി സൂര്യൻ കേട്ടു. അങ്ങനെ ആ നിലവിളിക്ക് പുറകെ പോകുന്ന സമയത്താണ് ഒരു കാളി വിഗ്രഹത്തിന് മുന്നിലായി രമേശിന്റെ ശരീരം കിടത്തിയിരിക്കുന്നു. അതിനു ചുറ്റും ഒരുപാട് ദുർമന്ത്രവാദികൾ എന്തൊക്കെയോ പൂജ ചെയ്യുന്നു. പെട്ടെന്ന് ദേഷ്യത്തിൽ സൂര്യൻ അവിടെ അലമുറയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് പുറമെ നിന്നും ആരെങ്കിലും ഈ പൂജ കാണുകയാണെങ്കിൽ ഈ പൂജയ്ക്ക് ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ദുർമന്ത്രവാദികൾ അവിടെ നിന്നും അവനെ ആ ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് കാടിനുള്ളിലേക്ക് ഓടി മറഞ്ഞു. ഉടനെ തന്നെ സൂര്യൻ തൻ്റെ ലുങ്കി കീറി അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് സൂര്യൻ്റെ വാർന്നൊഴുകുന്ന ആ മുറിവിൽ കെട്ടി അത് ഭദ്രമാക്കി. എന്നിട്ട് അവൻ ബോധരഹിതനായി കിടക്കുന്ന രമേശനെ എടുത്ത് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഏകദേശം അന്ന് രമേശൻ കണ്ട ആ വിചിത്രമായ ആ വിരൂപമായ ആ ദുരാത്മാവ് ഏകദേശം 8 അടിയോളം ഉയരമുള്ള ആ ദുഷ്ടാത്മാവ് അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സൂര്യൻ ഒരു കടുത്ത ഈശ്വര വിശ്വാസിയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ആ ദുരാത്മാവിന് നേരെ 3 തവണ തുപ്പുകയും അതുപോലെ 3 അടി പുറകിലേക്ക് നടന്ന് വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ആ ദുരാത്മാവിന് അവരെ പിന്നീട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ രമേശനെയും എടുത്ത് ലോറിക്കടുത്ത് എത്തിച്ച സമയത്ത് പെട്ടെന്ന് ലോറിയിൽ നിന്നും വെള്ളമൊക്കെ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് കുടയുന്ന സമയത്ത് അവന് ബോധം തിരികെ നൽകിയിരുന്നു. ഉടൻ തന്നെ രമേശിനെയും വണ്ടിയിലേക്ക് കിടത്തിയതിനു ശേഷം അവിടെ നിന്നും അതിവേഗത്തിൽ ലോറി എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്നാണ് ആ വിരൂപയായ ആ ആത്മാവ് അവരുടെ ലോറിക്ക് നേരെ ചാടിയെടുത്തത്. എന്നാൽ ആ രൂപത്തിന് ഉള്ളിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. ആ ദുരാത്മാവ് ലോറിക്ക് മുകളിൽ കയറി വല്ലാത്ത തരത്തിലുള്ള ശബ്ദമുണ്ടാക്കാനും അലറി വിളിക്കാനും തുടങ്ങി. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്നും സൂര്യൻ രമേശിനെയും കൊണ്ട് മുന്നേട്ടേക്ക് പോയി. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച സമയത്ത് പിന്നീട് ആ ദുരാത്മാവിൻ്റെ പ്രേതാനുഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏകദേശം പുലർച്ചെ 4 മണിയൊക്കെ ആവുന്ന സമയത്ത് വഴിയരികിൽ ഉണ്ടായിരുന്ന ഒരു ചായക്കടയ്ക്കരികിൽ നിർത്തിയതിനു ശേഷം രമേശിന് ചായ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന ഉദ്ദേശം കാരണം ലോറി സൈഡാക്കിയിട്ട് ആ ചായക്കടയിലേക്ക് നടന്നു. ആ സമയത്ത് ഇവരുടെ മട്ടും മാതിരിയും രമേശിന്റെ ശരീരത്തിലെ മുറിപ്പാടുകളും ഒക്കെ കണ്ട ആ കടയിലെ ആ വൃദ്ധൻ ചോദിച്ചു, എന്തു പറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു? ആ സമയത്ത് സൂര്യൻ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് വിശദീകരിച്ചു. ആ സമയത്ത് ആ വൃദ്ധൻ പറഞ്ഞു, ഇന്ന് അമാവാസിയാണ്, കറുത്ത വാവ്. അർദ്ധരാത്രി ആ കാട്ടുവഴിയിലൂടെ ആരും അങ്ങനെ ഒറ്റയ്ക്ക് വരാറില്ല. ഒറ്റയ്ക്ക് വന്നാൽ തന്നെ എന്തെങ്കിലും വശീകരണത്തിന് വേണ്ടി അവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ കണ്ടില്ല എന്ന മട്ടിൽ മുന്നോട്ടേക്ക് വരണമായിരുന്നു. നിങ്ങളിൽ ഈ പയ്യൻ അവിടെ കണ്ട വശീകരണത്തിൽ മയങ്ങിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അമാവാസി സമയത്ത് ദുർമന്ത്രവാദികൾ ആ കാടിനുള്ളിൽ നരബലി പോലുള്ള വിചിത്രമായ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ദൈവാധീനം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് കൂടി ആ വൃദ്ധൻ പറഞ്ഞു. എന്നാൽ രമേശൻ കണ്ട കാഴ്ചയിൽ രമേശൻ വല്ലാതെ ഭയന്ന് വിളിച്ചിരുന്നു. ആ സമയത്ത് ആ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിയെ ഒരു വേട്ടയ്യൻ കോവിലുണ്ട്. ആ കോവിലിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുത്തെ മണ്ണ് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി. പിന്നീട് നിങ്ങൾ ഒരു ദുരാത്മാവും നിങ്ങളെ അടുത്തേക്ക് വരില്ല എന്നുകൂടി ആ വൃദ്ധൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും അവർ ആ വേട്ടയ്യൻ കോവിലിലേക്ക് പോയി. അവിടെ നിന്നും ആ മണ്ണൊക്കെ എടുത്ത് അവർ പിന്നീട് നേരെ പോയത് നാട്ടിലേക്ക് തന്നെയായിരുന്നു. എന്നാൽ അവിടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണോ അവിടുത്തെ മണ്ണ് കൈക്കൽ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, വീടെത്തുന്നതിന് മുന്നേ തന്നെ രമേശൻ ആ കാര്യങ്ങളൊക്കെ മറന്നിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും പഴയ ഒരു ജീവിതം തന്നെ മുന്നോട്ടേക്ക് നയിച്ചു. എങ്കിൽ പോലും പിന്നീട് അവർ ഒരുപാട് തവണ ലോറി ട്രിപ്പുകൾ എടുത്തെങ്കിലും ബെല്ലാരിയിൽ നിന്നും തിരികെ മടങ്ങുന്ന സമയത്ത് അവർ ആ കാട്ടുപാത മാത്രം പിന്നീട് ഉപയോഗിച്ചിരുന്നില്ല.
ഇന്ന് ഈ സൂര്യനും രമേശനും ഏകദേശം 50-ൽ കൂടുതൽ വയസ്സുള്ളവരാണ്. എന്നോട് ഈ കഥ പറഞ്ഞു തരുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളുടെ പേര് മാത്രം നിങ്ങൾ യഥാർത്ഥത്തിൽ പറയരുത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവരുടെ യഥാർത്ഥ പേരിന് പകരം ഞാൻ മറ്റ് വ്യത്യസ്തമായ 2 പേരുകൾ ഉപയോഗിച്ചത്. എന്നാൽ ഇതവർക്ക് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയം തോന്നുന്നു. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.